ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വവുമായി മന്ത്രി MB രാജേഷ് ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. പദ്ധതി ജലദൗർലഭ്യം ഉണ്ടാക്കില്ല എന്ന മന്ത്രി MB രാജേഷ് അറിയിക്കുകയായിരുന്നു. പദ്ധതിയെ ബിനോ വിശ്വം എതിർത്തില്ല എന്നാണ് വിവരം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ വിവാദം നിലനിൽക്കുകയാണല്ലോ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. അത് മന്ത്രി P. പ്രസാദ് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുന്നതിനെ എതിർത്തിരുന്നു. ഇത്തരത്തിൽ ജലദൗർലഭ്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ എതിർപ്പ്. എന്നാൽ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി MB രാജേഷ് നേരിട്ട് CPI നേതാക്കളെ കണ്ടു. അത് നേരിട്ട് MN സ്മാരകത്തിലെത്തിയാണ് അദ്ദേഹം കണ്ടത്. എന്നിട്ട് നേരിട്ട് തന്നെ ഈ പദ്ധതിക്ക് അനുമതി നൽകിയത് കൊണ്ട് ജലദൗർലഭ്യം ഉണ്ടാകില്ല എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തെ ബോധ്യപ്പെടുത്തി. ബിനോ വിശ്വം അതിന് എതിർപ്പ് അപ്പോൾ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ എതിർപ്പ് അറിയിക്കാനുള്ള സാധ്യത ഇനി കുറവാണ് എന്നാണ് ഇപ്പോഴും വിലയിരുത്തുന്നത്. നിലവിൽ അത്തരത്തിൽ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മദ്യനിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളുണ്ട്. എന്നാൽ അത് സംസ്ഥാന ഘടകം ഏറ്റെടുക്കാൻ സാധ്യതയില്ല. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അടക്കം MB രാജേഷ് നേരിട്ടെത്തി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ബിനോയ് വിശ്വത്തിന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക CPI നേതൃത്വത്തിൻ്റെ എതിർപ്പ് അത് അവിടെ അവസാനിക്കാനാണ് സാധ്യത. ഉന്മേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.